പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പ്രിയ. ഞാൻ ഇത്തവണ നമ്മുടെ ബൈബിൾ റീഡിങ്ങിൽ പങ്കെടുത്തിരുന്നു. ബൈബിൾ റീഡിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതിനു മുൻപും ഞാൻ ഇങ്ങനെ എൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരു പുരോഹിതനാകണമെന്ന് ആദ്യമേ പ്രാർത്ഥിച്ച് തുടങ്ങിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇന്നും ഞാനത് നിർത്താതെ പോകുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഈശോയോട് ചോദിക്കാതെ എൻ്റെ ഒരു അതിയായ ആഗ്രഹമാണോ എന്താണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതാണെങ്കിൽ ബൈബിൾ റീഡിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് കിട്ടിയത് ലേവ്യർ 21-ാമത്തെ അധ്യായം തൊട്ടാണ്. അതായത് പുരോഹിതൻ്റെ കടമകളും പുരോഹിതൻ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, എങ്ങനെയൊക്കെ അങ്ങനെ പഴയ നിയമത്തിലെ പുരോഹിതനെയാണെങ്കിലും എനിക്കത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു ഇതായിരുന്നു ബൈബിൾ റീഡിങ്ങിൽ. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഭയങ്കര തടസ്സങ്ങൾ, ഒരു കണക്കിനെങ്കിൽ നെറ്റ് പോലും വീട്ടിൽ ഒരാൾക്കും നെറ്റ് കിട്ടാത്ത അത്രയും തടസ്സമായിരുന്നു. റോസ് എന്നെ വിളിച്ചിരുന്നു, എൻ്റെ പ്രിയ. അപ്പം ഞാൻ പറഞ്ഞു നെറ്റ് കിട്ടുന്നില്ല, എന്നാൽ ഞാൻ ഇവിടെ നിന്ന് വായിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വായിച്ചു. മൂന്നാമത്തെ ദിവസം ഏശയ്യ, അതും എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ നാലാമത്തെ ദിവസം എനിക്ക് പുതിയ നിയമം കടന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ കിട്ടുന്നത്. വെളിപാട് എന്തായാലും കിട്ടാൻ സാധ്യത അപ്പസ്തോല പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ. ശരിക്കും എനിക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാമത്തെ അധ്യായം തൊട്ട് എനിക്ക് വായിക്കാനായിട്ട് കിട്ടി. ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോൾക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 സ്ഥലത്ത് കിട്ടിയിട്ട് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. രണ്ടും ഏതെടുക്കണം ഏത് പോകണം എന്നുള്ളതിൽ ഞങ്ങൾ രണ്ടാളും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേരിൽ ചെറിയ തർക്കങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ പരിസമാപ്തി എന്ന പോലെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനും ശാന്തമാവാതെ തന്നെ അവളുടെ ഇത് ഹാർട്ടൊക്കെ എത്തി സംസാരിച്ചിരുന്നു. ഞാൻ ഇന്നലെ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അവളോട് ശാന്തമായിട്ട് സംസാരിക്കാം. അവൾ ഏത് തിരഞ്ഞെടുത്താലും അതിലെനിക്ക് ശാന്തമായിട്ട് അവളോട് പെരുമാറാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾ ഇന്നലെ ഒരു തീരുമാനം എടുത്തു, ഇന്നവൾ പോയി. പക്ഷെ എനിക്ക് അവളോട് ശാന്തമായിട്ട് ഇന്നലെ തൊട്ട് സംസാരിക്കാൻ പറ്റി. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ നിന്ന് അതിനെല്ലാത്തിനും ദൈവത്തിന് ഒരുപാട് നന്ദി.